ഹലോ ഫ്രണ്ട്സ്, ആമക്കിൽ വെൽക്കം ബാക്ക്. തുടരും. അതെ, മോഹൻലാലിൻ്റെ തേരോട്ടം ഇനിയും തുടരും. പുള്ളി തിരിച്ചു വരും എന്ന് പറയാനൊന്നുമില്ല, കാരണം പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിട്ടൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇനി ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ തരുൺ മൂർത്തിയാണ് അതിൻ്റെ ഡയറക്ടർ. മോഹൻലാൽ, ശോഭന എന്നിവർ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സിനിമ. എന്ത് പറഞ്ഞാലും ഇത് ചിലപ്പോൾ സ്പോയിലറാവും, കാരണം അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിൽ സ്പോയിലറൊന്നുമില്ല. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ വേറെ ലെവലാണ്, ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ക്യാമറയുള്ള സൗണ്ട് എഫക്റ്റ് ഒന്നും പറയില്ല, അന്യായ സൗണ്ട് എഫക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഫാമിലി മാനായിട്ടാണ്. പിന്നെ ഫാമിലി ചുറ്റിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാണിക്കും, സ്വാഭാവികം. അതൊക്കെ നൈസാണ്, കാരണം മോഹൻലാലിൻ്റെ പെർഫോമൻസ് അത്രയും പൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കോമഡിയൊക്കെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ മോഹൻലാലിൻ്റെ സിനിമയുള്ള പഴയ കുറച്ച് കോമഡിയൊക്കെയാണ്, അതൊക്കെ ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങനെയാണ് ഈ സിനിമ പോണത്. അത്രയും കിടിലായിട്ടാണ് ഈ സിനിമ പോണത്. ഫസ്റ്റ് ഹാഫിന് മുമ്പ് പിന്നെയാണ് കഥ സ്റ്റാർട്ട് ആവുന്നത്. ഇതിൽ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള കിടിലം പെർഫോമൻസ്, ഒന്നും പറയാനില്ല. കാരണം പുള്ളി വരുമ്പോൾ ഒരു മാന്യനായിട്ട് വരും, അത് കഴിഞ്ഞിട്ട് കഥ മാറുകയാണ്. കഥ അങ്ങോട്ട് മാറും, കഥയുടെ ഗ്രാഫേ മാറാണ്, കഥ അങ്ങോട്ട് കയറിപ്പോവാണ്, സിനിമ അങ്ങോട്ട് പീക്ക് ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ കുറേ കിടിലം പെർഫോമൻസ് ഉണ്ട്, ഒന്നും പറയാനില്ല. അതിൽ മോഹൻലാലിൻ്റെ ഐ കോണ്ടാക്ട്, അതായത് കണ്ണ് കാണിച്ചിട്ടുള്ള കുറേ ക്യാമറ ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. തിയേറ്ററൊക്കെ തുള്ളി മറിയണ സീനുകളാണ് അതൊക്കെ നല്ല ലെവലാണ്. എന്ന് വെച്ചാൽ അത് കാണുമ്പം തന്നെ മോഹൻലാൽ അങ്ങോട്ട് പീക്ക് ലെവലിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു, അന്യായ പെർഫോമൻസ്. ഇത് എടുത്തു പറയാനുള്ള മോഹൻലാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഈ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പെർഫോമൻസ്, അങ്ങനെ വില്ലനിസം വേറെ ലെവലാണ്. പിന്നെ ഈ സിനിമയിൽ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ദൃശ്യം പോലെയൊക്കെ ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയാകുമ്പം സ്റ്റേഷനിൽ വെച്ചുള്ള കുറച്ച് സീനൊക്കെ അങ്ങനെ ആയിരിക്കും. അതിനെക്കാട്ടും കുറച്ചുകൂടെ പീക്ക് ലെവലായിട്ട് നമുക്ക് തോന്നും. ഒന്നും പറയണ്ട, മോഹൻലാൽ ഈസ് ബാക്ക്, ലാലേട്ടൻ ഈസ് ബാക്ക്. ഒന്നും പറയാം, അത്രയെങ്കിലും പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒന്നും എനിക്ക് മോശമായിട്ട് പറയാനില്ല. എനിക്ക് ഒരിടവും ലാഗ് ഫീൽ ചെയ്യില്ല, ഒരിടവും എനിക്ക് ലാഗ് ഫീൽ ചെയ്യില്ല. പുള്ളി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുള്ളി കഴിഞ്ഞ പടത്തോടെ തിരിച്ചു വന്ന് ഇനി ഉടനെ തിരിച്ചു പോകുന്ന എനിക്ക് തോന്നില്ല, അങ്ങനത്തെ ലെവലാണ്. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം സീറോ ഹൈപ്പിൽ വന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ബൈ, മസ്റ്റ് വാച്ച്.